ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ഡെക്കോറായിട്ടാണ്. അപ്പോൾ വേണ്ടത് കുറച്ച് ഉണങ്ങിയ കൊമ്പുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം കഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ ഈ ഒരു കൊമ്പുകളൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്കറിയാലോ, ഞാൻ ഇപ്പോൾ നാട്ടിലല്ല. നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുന്ന റേറ്റാണ് ഈ ഉണങ്ങിയ കൊമ്പല്ലേ. അപ്പോൾ എന്താ, ഞാൻ കുറച്ചധികം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയതൊക്കെ നോക്കിയിട്ട് ഞാൻ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പുകളൊക്കെ എടുക്കുക. കുറച്ച് തടി കുറഞ്ഞ രീതിയിലുള്ളത് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തരും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കുറച്ചധികം നല്ല ലെങ്ത്തിൽ, ഒരേ ലെങ്ത്തിൽ നമ്മളൊന്നൊരു 6 to 8 ആ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് കട്ടിയിലൊരു കാർഡ്ബോർഡാണ് വേണ്ടത്. അതിൽ റൗണ്ട് ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതെന്താ, ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് ഡെക്കോർ ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൊമ്പുകളുണ്ടല്ലോ, ആ ഉണങ്ങിയ കൊമ്പുകൾ, അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിതാ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതാ ഇതുപോലെ നമ്മളൊന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. അതിലേക്ക് ഇതാ ആ ഒരു കൊമ്പ് ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ചൊന്ന് ബെൻഡ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അടുത്ത കൊമ്പും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യുക. അത് രണ്ടും കൂടി ആ ഒരു കോർണറിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു കൂടാരൊക്കെ പോലെ അങ്ങനത്തെ ഒരു കോൺ ഷേപ്പിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ വശങ്ങളിലും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം 4 വശത്തും നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ 4 കൊമ്പുകളും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കോൺ ഷേപ്പിലുള്ള ഷേപ്പ് നമുക്ക് കിട്ടി. പിന്നെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൊമ്പുകളൊന്നും ഒരേ ഒടിഞ്ഞതും അതുപോലെ കുറച്ച് ബെൻഡൊക്കെ ഉള്ള ടൈപ്പായിരുന്നു കേട്ടോ. കാരണം എനിക്ക് സെലക്റ്റീവായിട്ടുള്ള കൊമ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒടിയാത്തതും അതുപോലെ തന്നെ വളയാത്തതൊക്കെ ആയിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് റിസൾട്ട് കിട്ടും. എൻ്റെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ബെൻഡായിട്ടുള്ള നിങ്ങൾക്കിപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്കത് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാ കൊമ്പുകളും നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള പീസ് എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുഞ്ഞു കൊമ്പുകളാണ് നമ്മൾ എടുത്തിട്ടുള്ള. ബാക്കിയുള്ള കൊമ്പുകളൊക്കെ ചന്നം പിന്നെ കുഞ്ഞ് പീസാക്കി എടുക്കുക. അത് ഇതുപോലെ അടുപ്പിച്ച് നമുക്ക് സ്പേസ് എത്ര കുറക്കാൻ വേണ്ടി പറ്റുമോ അത്രയും കുറച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായതിൻ്റെ കാരണം എനിക്ക് ഉണങ്ങിയ കൊമ്പുകൾ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ക്ലോസ് ചെയ്ത് അടുപ്പിച്ച് തന്നെ കൊമ്പുകൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ഭാഗം മാത്രം എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ബാക്കിയൊക്കെ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മാക്സിമം ആ ഒരു ഗ്യാപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല ആംഗിളിൽ നിന്നും പല ഷേപ്പിലൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇന്ന ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ ഒന്നുമില്ല. മാക്സിമം കവറാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഷേപ്പ്, അതിനനുസരിച്ചിട്ടുള്ള സൈസിലൊക്കെയുള്ള കുഞ്ഞു കൊമ്പുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. മാക്സിമം ഏറ്റവും മുകൾ വശം വരെ കവറാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കിനി എല്ലാ വശവും ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. അപ്പോൾ ഏകദേശം നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നമ്മളൊരു ഉണങ്ങിയ കൊമ്പ് വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെറുതെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൊമ്പുകൾ മാത്രം കേട്ടോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ ചിലവൊന്നുമില്ല. പെയിൻറ്റ് മാത്രമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ലൈറ്റ് ഇടാം. ഞാൻ ലൈറ്റ് ഇട്ട ലുക്കും കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഗ്രീൻ കളറ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ ആണല്ലോ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് മാത്രം ഗ്രീൻ ഞാൻ ചെയ്ത് കൊടുത്തതാണ്. ഇതൊരു ലൈറ്റ് ഡെക്കോറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ കളറും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആക്രിലിക് പെയിൻറ്റ്, പിന്നെ മരം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്ലേസിങ്, ആ ഒരു ഗ്രീൻ കളർ എഫക്റ്റ് കിട്ടണമെങ്കിൽ വെള്ളം ചേർക്കാത്ത ഒരു കോട്ട അടിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഗ്രീൻ കളർ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ റൗണ്ട് ഷേപ്പിനും കൂടി നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ.
അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബേസും കൂടി നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. കംപ്ലീറ്റ് നമ്മൾ ഗ്രീൻ കളർ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ട് ഇതാണ്. അപ്പോൾ മറയുമ്പോൾ കുറച്ച് ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസൊക്കെ അവിടെ ഇവിടെയൊക്കെ വിസിബിളാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മുട്ടത്തോടാണ്. ആ ഒരു മുട്ടത്തോട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് മിക്സീൻ്റെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് കറക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ മിക്സി ഒന്നും ഉപയോഗിക്കാൻ വിടാത്ത കൂട്ടുകാരനെങ്കിൽ നല്ലൊരു പാക്കറ്റോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. നല്ല ഫൈൻ പൊടിയായിട്ട് കിട്ടുന്നുണ്ടോ. ഇനി നമുക്ക് ഫെവിക്കോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അപ്ലൈ ചെയ്യുക. ഈ ഒരു മുട്ടത്തോട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെതറിയിട്ട് ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. എത്രത്തോളം സക്സസ് ആയി എന്നുള്ളതിന് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഗ്ലൂ ഗൺ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ആ ഒരു മുട്ടത്തോടിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുക്കുക. അഡീഷണൽ വരുന്നതൊക്കെ നമുക്ക് താഴെ ഇങ്ങനെ വീണു കിട്ടും. അങ്ങനെ എല്ലാ ഭാഗത്തും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടത്തോടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ലുക്ക്, ഒരു ഹൈലൈറ്റിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടത്തോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്നതാണല്ലേ മുട്ടത്തോട്. അപ്പോൾ ജസ്റ്റ് വേറൊരു കാര്യം, മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് മിക്സീൻ്റെ ജാറിൻ്റെ ബ്ലേഡിനൊക്കെ മൂർച്ചം കുറവാണെങ്കിൽ അത് കൂടിയിട്ടും കിട്ടും കേട്ടോ. അത് വേറൊരു ടിപ്പാണ്. നമുക്കൊരു ബാൻഡ്, ഒരു റിബൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ബട്ടർഫ്ലൈക്ക് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഗ്ലൂ ഗണ്ണൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം മരത്തിൻ്റെ മുകളിലായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തു. കുറച്ച് പഞ്ഞി പോലത്തെ സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഒരു മഞ്ഞിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ലൈറ്റും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ലൈറ്റും കൂടി ഇട്ടപ്പോൾ ഉള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ലൈറ്റ് അതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ട്രീൻ്റെ താഴെയായിട്ട് ചെറിയൊരു PVC പൈപ്പിൻ്റെ ഒരു പീസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് നമുക്ക് തറയിൽ നിർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു മരത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള കൊമ്പ് എന്നുള്ളൊരു പോർഷനും കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ഇതുപോലെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ താഴത്തേക്കൂടെ ഇതുപോലെ നമ്മൾ ആ ഒരു LED ലൈറ്റൊന്ന് നല്ല രീതിയിൽ മുകളിൽ വരെ എത്തുന്ന രീതിയിൽ ഒന്ന് ഇറക്കി കൊടുക്കുക. കുടുക്കാവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഏറ്റവും മുകളിൽ വരെ ആ ഒരു ലൈറ്റ് എത്തുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ ഉള്ളത് ലുക്ക് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇതിലിനി ലൈറ്റ് ഇട്ടപ്പോൾ ഉള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ചുമ്മാ കത്തിച്ച് കളയുന്ന ഒരു കൊമ്പുകൾ കൊണ്ടല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഏതായാലും നമുക്ക് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നഷ്ടം വരാത്തൊരു പരിപാടി തന്നെയാണ് കേട്ടോ. ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ കണ്ടോ നല്ല അടിപൊളി ഒരു ലുക്കല്ലേ. എന്തായാലും നമ്മൾ ഈ ഒരു ഡിമ്മായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അതിലേക്ക് പുൽക്കൂടിൻ്റെ ഒക്കെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സീ യു.